അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, സമസ്തയുടെ 5-ാം തരത്തിലെ പാഠപുസ്തകങ്ങളൊക്കെ മാറിയ വിവരം എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. 5 മുതൽ 8-ാം ക്ലാസ് വരെയുള്ള കിതാബുകളാണ് ഇപ്പോൾ പരിഷ്കരിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് 5-ാം തരത്തിലെ താരീഖിനെ കുറിച്ചാണ്. 5-ാം തരത്തിലെ താരീഖിലെ 3-ാമത്തെ പാഠമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അദ്ദർസു സാലിസു, മുഹാജിറുകളും അൻസാറുകളും എന്നാണ് പാഠത്തിൻ്റെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. മുഹാജിറുകൾ എന്നാൽ എന്ത്, അൻസാറുകൾ എന്നാൽ എന്ത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ഒന്നുകൂടി ഞാൻ പറയാം. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് മദീനയിലേക്ക് അഭയം തേടി വന്ന സഹാബികളാണ് മുഹാജിറുകൾ. ഹിജറ വന്നവർ, മക്ക എന്ന് പറയുന്ന നാടിനോട് ചൊടിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച്, സമ്പത്തും ധനവും ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം മദീനയിലേക്ക് വന്നവരാണ് മുഹാജിറുകൾ എന്ന് പറയുന്നത്. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ മദീന നിവാസികളാണ്, മദീനയിൽ സ്ഥിരമായി താമസിക്കുന്നവരാണ് അൻസാറുകൾ. പാഠത്തിന് ഹെഡിങ് കൊടുത്തിട്ടുള്ളത് മുഹാജിറുകളും അൻസാറുകളും എന്നാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു മുൻപരിചയവുമില്ലാത്ത ഒരാൾക്ക് ആരെങ്കിലും സ്വന്തം സമ്പത്തിൻ്റെ നേർപകുതി ദാനം ചെയ്യുമോ? ഇക്കാലത്ത് ഇങ്ങനെയൊരു കാര്യം സങ്കല്പിക്കാനാകുമോ? ചരിത്രത്തിൽ മറ്റൊരിടത്തും കാണാനാകാത്ത മനോഹരമായ സംഭവങ്ങൾ മദീനയിൽ ഹിജറയ്ക്ക് ശേഷം കാണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളെയും അൻസാറുകളെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സഹോദരങ്ങളാക്കി. ഓരോ മുഹാജിറിനും അൻസാറുകളിൽ നിന്ന് ഒരു സഹോദരൻ ഉണ്ടായി. അവർ പരസ്പരം ഒരു കുടുംബം പോലെ വീടും ഭക്ഷണവും പങ്കിട്ടു. ഈമാനായിരുന്നു ആ സാഹോദര്യത്തിൻ്റെ മാനദണ്ഡം. മക്കയിലെ ധനികനായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ മദീനയിലെ സമ്പന്നനായ സഹാബി സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മദീനയിലെ ഒരു ധനികനാണ്. എൻ്റെ സമ്പത്തിൻ്റെ പകുതി നിങ്ങൾ എടുക്കുക. എനിക്ക് 2 ഭാര്യമാരുണ്ട്. അവരിൽ ഒരാളെ ഞാൻ വിവാഹമോചനം ചെയ്ത് നിങ്ങൾക്ക് അവളെ വിവാഹം കഴിക്കാൻ അവസരമൊരുക്കാം. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് നന്ദി അറിയിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എനിക്ക് മദീനയിൽ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി. അങ്ങനെ അദ്ദേഹം സ്വന്തമായി കച്ചവടം ചെയ്തു മദീനയിലെ വലിയ സമ്പന്നനായി തീർന്നു. തനിക്കൊരു മുഹാജിറിനെ സഹോദരനായി കിട്ടിയെങ്കിലെന്ന് ആത്മാർത്ഥമായി അൻസാരി ആഗ്രഹിക്കുന്നു. എന്നാൽ മുഹാജിറോ കിട്ടിയ അവസരം ചൂഷണം ചെയ്യാതെ ആത്മാഭിമാനത്തോടെ സ്വയം ജീവിതമാർഗം കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഈ സാഹോദര്യം മദീനയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. അതായത് ഹിജറ വന്ന ആളുകൾ മുഹാജിറുകൾ എന്ന് പറയും. അതേപോലെ മദീനയിൽ താമസിക്കുന്നവർക്ക് അൻസാറുകൾ എന്ന് പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ അൻസാറുകളെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, മദീനയിൽ താമസിക്കുന്ന അൻസാറുകളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മക്കയിൽ നിന്ന് ഇവിടെ വന്ന ഓരോ ആളുകളും നിങ്ങളുടെ ഓരോ സഹോദരന്മാരാണ്. അങ്ങനെ ഓരോ ആൾക്കും ഓരോ സഹോദരന്മാരെ വീതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീതം വെച്ച് കൊടുത്തു. അതാണ് ഈ പാഠത്തിൽ ആകെ ചുരുക്കമായിട്ട് പറയുന്നത്. ഈ സാഹോദര്യം കൊണ്ടുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പരോപകാരവും സ്നേഹവും വ്യാപിച്ചു. ഇത് കാരണം അഭയം തേടി വന്നവരുടെ ദാരിദ്ര്യവും വിവേചനവും ഇല്ലാതാക്കി. എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കി. കച്ചവടത്തിലും കൃഷിയിലുമുള്ള സഹകരണം എല്ലാവർക്കും സാമ്പത്തിക അഭിവൃദ്ധി നൽകി. ഇതാണ് അദ്ദർസു സാലിസു, മുഹാജിറുകളും അൻസാറുകളും എന്നുള്ള പാഠത്തിൽ വിവരിച്ചിട്ടുള്ള കാര്യം. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കൊടുക്കുന്നതാണ്.
വിദ്യാർത്ഥികൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം, കാണണമെന്ന് അറിയിക്കുന്നു.